നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിലെ 14ാമത്തെ നാമമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓം കുരുവിന്ദ മണിശ്രേണി കനത് കോടീര മണ്ഡിതായൈ നമ. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. കുരുവിന്ദ മണിശ്രേണി കനത് കോടീര മണ്ഡിതായൈ നമ. മണ്ഡി എന്ന് കർശനമായിട്ട് പറയരുത്, അത് വേറെ. മണ്ടത്തരം, വിഡ്ഢിത്തരം എന്നുള്ള മണ്ടി, ആ മണ്ടിയല്ല. നാ എഴുതി ചന്ദ്രക്കല, പിന്നെ ഒരു സോഫ്റ്റ് ഡായ ഉണ്ട്, ഡാ. മണ്ഡിതായൈ നമ. അവിടെ നായുടെ ഇടയ്ക്കൊന്ന് നിർത്തി ആ ഡാ സൂക്ഷിച്ച് വേണം നമ്മൾ പറയാൻ. മണ്ഡിതായൈ നമ, അല്ല മണ്ടി എന്നുള്ള രീതിയിൽ പറയരുത്. അപ്പോൾ കുരുവിന്തം എന്നും പറയരുത്, കുരുവിന്തം. ഇന്തം, ചന്ദനം എന്നൊക്കെ എഴുതുന്ന ഇന്തയാണ്. അപ്പം ഓം കുരുവിന്ദ മണിശ്രേണി കനത് കോടീര മണ്ഡിതായൈ നമ. അപ്പം എന്താണ് കുരുവിന്ദ മണി? കുരുവിന്ദ മണിശ്രേണി എന്നാണല്ലോ. അതായത് നമ്മുടെ ദേവിയുടെ കിരീടം. ആ കിരീടത്തിൽ കുരുവിന്ദ മണികളായി, കുരുവിന്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. മാണിക്കക്കല്ലാണ്. അപ്പം കുരുവിന്ദ മണികളായി 12 സൂര്യന്മാരെ, 12 സൂര്യന്മാരെ സംസ്കൃതത്തിൽ 12-ന് ദ്വാദശം എന്ന് പറയും. ദശം 10, ദ്വാദശം 12. അപ്പോൾ 12 സൂര്യന്മാരുണ്ട്. സൂര്യന്മാർ എത്ര പേര്? 12 പേര്. ഇവര് അതിഥി ദേവിയുടെ മക്കളാണ്. ആരാ അതിഥി ദേവി? ദേവന്മാരുടെ അമ്മയാണ് അതിഥി. ആ അതിഥി മാതാവിൻ്റെ 12 സൂര്യന്മാരായിട്ടുള്ള, 12 മക്കളായിട്ടുള്ള ആ 12 സൂര്യന്മാര് നമ്മുടെ ദേവിയെ, ലളിതാ പരമേശ്വരിയെ പൂജിക്കുന്നതിന് വേണ്ടി, ഏത് സമയവും പൂജിക്കുന്നതിന് വേണ്ടി അവർ അത് രത്നക്കല്ലുകളായി മാറി, ആ രൂപം മാറി എന്ന് ആലോചിച്ചോണം. രൂപം മാറി അവർ കിരീടത്തിൽ അലങ്കരിച്ചുകൊണ്ട് ആ 12 കല്ലുകളായി ഇരുന്നു. കുരുവിന്ദ മണിശ്രേണി. ശ്രേണിയല്ല, സായല്ല, ശ്രേണി, കൂട്ടം, നിര. അപ്പൊ 12 കല്ലുകളായി. കുരുവിന്ദ മണിശ്രേണി കനത് കോടീരം. കോടീരം എന്ന് പറയുന്ന വാക്കിന് കിരീടമെന്നും അർത്ഥമുണ്ട്, പിരിച്ച തലമുടി അല്ലെങ്കിൽ ജഡ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ പിരിച്ച തലമുടി, ദേവിക്ക് ഇങ്ങനെ പിരിച്ച വലിയ തലമുടിയാണുള്ളത്. അപ്പോൾ ഈ ഒരുപാട് തലമുടി, അവിടെ കോടീരം. കോടീരം എന്നെടുത്താൽ കിരീടം എന്ന് അർത്ഥം എടുത്താലും മതി. അപ്പോൾ കിരീടത്തിൽ 12 മണികളായി ഭവിച്ചു ഈ ദേവന്മാര്, ഈ 12 സൂര്യന്മാര്. ഓക്കെ. അപ്പം ഓം കുരുവിന്ദ മണിശ്രേണി കനത് കോടീര മണ്ഡിതായൈ നമ. മണ്ഡിത എന്ന് വെച്ചാൽ അലങ്കരിക്കപ്പെട്ടവൾ, കനത്ത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന എന്നർത്ഥം. കനത്ത് ശോഭിക്കുന്ന, മണ്ഡിത അലങ്കരിക്കപ്പെട്ടവൾ. അപ്പോൾ ഓം കുരുവിന്ദ മണിശ്രേണി കനത് കോടീര മണ്ഡിതായൈ നമ. ഇനി ഇവിടെ കുരുവിന്ദം എന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. മാണിക്യക്കല്ല് തന്നെ 4 തരത്തിലുണ്ട്. മാണിക്യക്കല്ല് എത്ര തരത്തിലാണ്? 4 തരത്തിൽ. അതായത് പത്മരാഗം, കുരുവിന്ദജം, സൗഗന്ധികം, നീലഗന്ധി, ഇങ്ങനെ 4 തരത്തിലുള്ള ഉണ്ട്. അപ്പോൾ ആ മാണിക്യക്കല്ലിൽ തന്നെയുള്ള പത്മരാഗം, അതിൻ്റെ ആ നിറവ്യത്യാസം, ചുവപ്പ് നിറത്തിന് ചെറിയ 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 വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ആ പത്മരാഗ കല്ലുകളായിട്ടാണ് ഇവിടെ. പത്മരാഗം എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. മാണിക്യക്കല്ലിൻ്റെ തന്നെ ഒരു വേറിട്ട രൂപം പത്മരാഗം. ആ പത്മരാഗ കല്ലുകളായി ആ കിരീടത്തിൽ ശോഭിച്ചു. ആര്? 12 ആദിത്യന്മാർ. അപ്പോൾ അവരെ ഏത് സമയവും ദേവിയെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഓം കുരുവിന്ദ മണിശ്രേണി കനത് കോടീര മണ്ഡിതായൈ നമ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുക, ദേവിയെ സദാസമയം പൂജിക്കുന്നതിന് 12 ആദിത്യന്മാർ ഇങ്ങനെ കിരീടത്തിൽ മണികളായി ഭവിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ദേവി. അപ്പോൾ ആ ദേവിയെ മനസ്സിൽ കണ്ട് സ്തുതിക്കുക, മനസ്സിൽ കണ്ട് നന്നായി പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് അടുത്ത നാമവുമായി അടുത്ത വീഡിയോയിൽ കാണാം.